തുടക്കത്തിൽ ഞാൻ 1 ലിറ്റർ അഭിമാൻ 100 ലിറ്റർ വെള്ളത്തിൽ കലർത്തി എന്റെ വിളകളിൽ പ്രയോഗിച്ചു. 20 ദിവസത്തിനുശേഷം അത് വീണ്ടും പ്രയോഗിക്കാൻ എന്നോട് നിർദ്ദേശിച്ചതുപോലെ ഉൽപ്പന്നം കൃത്യമായി ഉപയോഗിക്കുന്നത് തുടർന്നതിനാൽ വിളകളുടെ വളർച്ച മികച്ചതായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഡോസായി ഓർബിക്സ് പ്രയോഗിക്കാൻ എന്നെ ഉപദേശിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ സസ്യങ്ങൾ പൂർണ്ണ ശക്തിയോടെയും ആരോഗ്യത്തോടെയും വളരാൻ തുടങ്ങി. തുടക്കത്തിൽ ഒരു വരി പോലും ശരിയായി മുളച്ചിരുന്നില്ല. എന്നിരുന്നാലും അഭിമാൻ 2 തവണ പ്രയോഗിച്ചതിനു ശേഷം വേരുകളുടെ വികസനം അസാധാരണമായിരുന്നു. തുടർന്ന് ഓർബിക്സ് പ്രയോഗിച്ചതിനെ തുടർന്ന് വിളകളുടെ സമഗ്രമായ വളർച്ച എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. ആശംസകൾ. എന്റെ പേര് ജഗദീഷ് നാഗപ്പ. ഞാൻ കർണാടക സംസ്ഥാനത്തെ ഹാവേരി ജില്ലയിലാണ് താമസിക്കുന്നത്. എനിക്ക് ആകെ 3 ഏക്കർ ഭൂമിയുണ്ട്. അവിടെ ഞാൻ തക്കാളി, പീച്ചിങ്, മറ്റു വിവിധ വിളകൾ എന്നിവ കൃഷി ചെയ്യുന്നു. കൂടാതെ 10 സെന്റ് സ്ഥലത്ത് ഞാൻ ഒരു വലിയ വിത്ത് ഫാം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഫാമിൽ ഞാൻ APKS ഓർഗാനിക്സ് ഇന്ത്യ നിർമ്മിക്കുന്ന അഭിമാൻ, ഓർബിക്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. ഒരു ദിവസം ഫേസ്ബുക്കിൽ ഈ കമ്പനിയുടെ ഒരു പരസ്യം ഞാൻ കണ്ടു. തുടർന്ന് ഞാൻ അഭിമാനും ഓർബിക്സ് ഉൽപ്പന്നങ്ങൾക്കും ഓർഡർ നൽകി. അവരുടെ നിർദ്ദേശപ്രകാരം വിത്ത് വിതച്ചതിന്റെ 20-ാം ദിവസം മുതൽ ഞാൻ അഭിമാൻ പ്രയോഗിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ 1 ലിറ്റർ അഭിമാൻ 100 ലിറ്റർ വെള്ളത്തിൽ കലർത്തി എന്റെ വിളകളിൽ പ്രയോഗിച്ചു. 20 ദിവസത്തിനു ശേഷം വീണ്ടും പ്രയോഗിക്കാൻ എനിക്ക് നിർദ്ദേശം ലഭിച്ചു. നിർദ്ദേശിച്ചതുപോലെ ഞാൻ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് തുടർന്നതിനാൽ വിളകളുടെ വളർച്ച മികച്ചതായിരുന്നു. ഇതിനുമുമ്പ് ഞങ്ങൾ രാസവളങ്ങളെയും കീടനാശിനികളെയും വളരെയധികം ആശ്രയിച്ചിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ കാണുന്നതിന് സമാനമായ വളർച്ച ഞങ്ങൾ നേടിയില്ല. തുടർന്ന് രണ്ടാമത്തെ ഡോസായി ഓർബിക്സ് പ്രയോഗിക്കാൻ എനിക്ക് നിർദ്ദേശം ലഭിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ സസ്യങ്ങൾ പൂർണ്ണമായ ശക്തിയോടെയും ആരോഗ്യത്തോടെയും വളരാൻ തുടങ്ങി. ഇന്നുവരെ ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ ഏകദേശം 10 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. നിലവിൽ വിത്ത് ഉൽപാദനത്തിനായി ഞാൻ ഈ വിളകൾ പ്രത്യേകമായി കൃഷി ചെയ്യുന്നു. നിലവിൽ ഞങ്ങളുടെ വയലിൽ 6 വരി ആൺ സസ്യങ്ങളും 28 വരി പെൺ സസ്യങ്ങളുമുണ്ട്. എല്ലാ സസ്യങ്ങളും വളരെ ആരോഗ്യകരമായി വളർന്നിരിക്കുന്നു. മുമ്പ് ഞങ്ങൾ ഒരു ടിൻ വിത്ത് വാങ്ങി വിതച്ചപ്പോൾ ഒരു വരി പോലും ശരിയായി മുളച്ചില്ല. എന്നിരുന്നാലും അഭിമാൻ 2 തവണ പ്രയോഗിച്ചതിനു ശേഷം വേരുകളുടെ വികസനം അസാധാരണമായിരുന്നു. തുടർന്ന് ഓർബിക്സ് ഉപയോഗിച്ചപ്പോൾ വിളകളുടെ സമഗ്രമായ വളർച്ച നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ വയലിൽ തക്കാളി, മധുരക്കിഴങ്ങ്, വാഴപ്പഴം എന്നിവയുൾപ്പെടെ വിവിധതരം വിളകളുണ്ട്. ഈ വിളകൾക്കുള്ള എല്ലാ വിത്തുകളും സൂര്യപ്രകാശത്തിൽ നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അമിതമായ രാസവള പ്രയോഗം കാരണം വിളകൾക്ക് ഉയർന്ന തോതിൽ രോഗബാധയുണ്ടായി. എന്നിരുന്നാലും രോഗത്തിന്റെ വ്യാപനം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞു. വാസ്തവത്തിൽ പൂർണ്ണമായും സത്യം പറഞ്ഞാൽ ഫലത്തിൽ ഒരു രോഗവുമില്ലെന്ന് ഒരാൾക്ക് പറയാം. നിലവിൽ ഞാൻ കീടനാശിനികളോ മരുന്നുകളോ തളിക്കുന്നില്ല. പ്രക്രിയയുടെ അടുത്ത ഘട്ടമെന്ന നിലയിൽ ഞങ്ങൾ പരാഗണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ആൺപൂക്കൾക്കും പെൺപൂക്കൾക്കുമിടയിൽ പൂമ്പൊടി കൈമാറ്റം സാധ്യമാക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. പെൺപൂവിൽ നിന്ന് അനാവശ്യമായ ഭാഗങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് നടപടിക്രമം ആരംഭിക്കുന്നു. തുടർന്ന് ആൺപൂവിൽ നിന്ന് പൂമ്പൊടി ശേഖരിച്ച് ശ്രദ്ധാപൂർവം പെൺപൂവിലേക്ക് മാറ്റുന്നു. പരാഗണ പ്രക്രിയ ഇപ്പോൾ വിജയകരമായി പൂർത്തിയായി. 1.5 മാസത്തിനുള്ളിൽ പൂക്കൾ പഴങ്ങളായി വികസിക്കുകയും പൂർണ്ണ പക്വതയിലെത്തുകയും ചെയ്യും. അതിനുശേഷം ആവശ്യമായ കായ്കളുടെ എണ്ണം ഞങ്ങൾ തിരഞ്ഞെടുത്ത് ബാക്കിയുള്ളവ നീക്കം ചെയ്യും. തുടർന്ന് വിത്തുകൾ പൂർണ്ണമായും പാകമാവുകയും ചെടിയിൽ നിന്ന് പൊഴിയാൻ തുടങ്ങുകയും ചെയ്യും. ഈ വിത്ത് ഉൽപാദന പ്രവർത്തനത്തിന്റെ മുഴുവൻ പ്രക്രിയയും ഇതാണ്. പൂമ്പൊടി കാറ്റിൽ കൊണ്ടുപോയി പാഴാകുന്നത് തടയാൻ ഓരോ പൂവിലും ഒരു സംരക്ഷണ ബാഗ് കെട്ടണം. രാവിലെ ഒരു പ്രത്യേക നിറത്തിലുള്ള ഒരു ബാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉച്ചകഴിഞ്ഞ് മറ്റൊരു നിറത്തിലുള്ള ഒരു ബാഗ് ഉപയോഗിക്കണം. ഈ രീതി വിത്തുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും പാഴാക്കൽ തടയാനും സഹായിക്കുന്നു. മൊത്തത്തിൽ ഈ രീതി നടപ്പിലാക്കുന്നതിലൂടെ ഞങ്ങളുടെ കൃഷിശ്രമങ്ങളിൽ പൂർണ്ണവും സമഗ്രവുമായ പുരോഗതി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വേരുകളുടെ വളർച്ച, സസ്യ ആരോഗ്യം, രോഗപ്രതിരോധം, വിത്തിന്റെ ഗുണനിലവാരം ഈ എല്ലാ വശങ്ങളിലും നല്ല മാറ്റങ്ങൾ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പരിവർത്തനം കൊണ്ടുവന്നതിന് APKS ഓർഗാനിക്സ് ഇന്ത്യയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി.